ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണേ. ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണേ. എന്താണെന്ന് പറയട്ടെ, മഷ്റൂം ബിരിയാണി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി. നെയ്യ് മാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ രണ്ടുകൂടെ മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. ഇതെല്ലാം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. കാഷ്യൂ എല്ലാം ഒന്ന് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കണം. ഇനി അതിലേക്ക് തന്നെ നമുക്ക് ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് ഗോൾഡൻ കളറായി കിട്ടണം. ഇതേപോലെ ഒന്ന് കിട്ടണേ. ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് കോരി മാറ്റാം. സെയിം ഓയിലിലേക്ക് നമുക്ക് കുറച്ച് ഒനിയോൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒനിയോൻ എല്ലാം ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതേ ഓയിലിലേക്ക് ഇനി ബാക്കിയുള്ള സ്പൈസസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം. 3 ഏലക്ക, കുറച്ച് ജാതിപത്രി, 5 ഗ്രാമ്പൂ, 2 തക്കോലം, കുറച്ച് കറുകപ്പട്ട. ഇത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടുവേ. സ്പൈസസ് എല്ലാം ഫ്രൈഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് ഒനിയോൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് വഴണ്ട് കിട്ടണം. നമ്മുടെ ഒനിയോൻ എല്ലാം പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം മീഡിയത്തിലിട്ട് വേണേ വഴറ്റിയെടുക്കാൻ. ബിരിയാണിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടി കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സാഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമപ്പൂ എന്ന് പറയുവേ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഇതേപോലെ വെച്ചാൽ മതിയേ. ഒനിയോനെല്ലാം ഇതേ രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടണേ നമുക്ക്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പേസ്റ്റ് കുറച്ച് മുമ്പോട്ട് നിൽക്കണേ. അപ്പോഴാണ് നമ്മുടെ ഈ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിന്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി കിട്ടട്ടെ. ഒരു വലിയ ടൊമാറ്റോ സ്കിൻ പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് അരഞ്ഞു കിട്ടണേ. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി ടൊമാറ്റോ അരച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനി നല്ലതുപോലെ ഇതിൻ്റെയും പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 200 ഗ്രാം മഷ്റൂം ആണ്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ടൊമാറ്റോ എല്ലാം ഒന്ന് നല്ലതുപോലെ വഴണ്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് തൈരാണ്. പുളിയില്ലാത്ത തൈര്. ഈ തൈരാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മസാലകളാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നല്ല ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, നല്ല ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ. നമ്മുടെ തന്നെ ചാനലിൽ കിടപ്പുണ്ട് എങ്ങനെ ഗരം മസാല പൊടിച്ചെടുക്കുന്നതെന്നുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മഷ്റൂം എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങുവേ, അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു 2 വട്ടം. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ നമുക്ക് കിട്ടണം. ഇനി തീ സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുതിനയും മല്ലിയിലയും കൂടെ കട്ട് ചെയ്തതാണ്. ഒരു പിടി പുതിനയും മല്ലിയിലയും കൂടെ കട്ട് ചെയ്തത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് നിങ്ങൾ ഇതിന് ഉപ്പൊക്കെ പാകത്തിനാണോ എന്നുള്ളതൊന്ന് നോക്കണേ. ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ ഇത് ഉപ്പ് പാകത്തിന് കിട്ടിയിട്ടുണ്ടോന്ന്. എനിക്ക് ഉപ്പ് പാകത്തിനാണ് കിട്ടിയേക്കുന്നത്. ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് പകുതി ഗ്രേവി ഞാൻ മാറ്റുകയാണേ. ദം ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട് ഗ്രേവിയുടെ മണ്ടയിലേക്ക് ബസ്മതി റൈസ് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കാം. റൈസ് വേവിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ റൈസ് വേവിക്കുന്ന വീഡിയോ ഇടാഞ്ഞത്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഫ്രൈഡ് ഒനിയൻ, കുറച്ച് കാഷ്യൂ നട്ട്സ് ഫ്രൈഡ്, കുറച്ച് ഗ്രേപ്സ്, മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്തത്, പാലിൽ സാഫ്രോൺ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പകുതി എടുത്ത് മാറ്റി വെച്ച് ഗ്രേവി ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രേവി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഫ്രൈഡ് ഒനിയൻ, കുറച്ച് കാഷ്യൂ, കുറച്ച് ഗ്രേപ്സ്, മല്ലിയിലയും പുതിനയും കൂടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മുടെ സാഫ്രോൺ മിക്സ്, എല്ലാം കൂടെ ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി ഇത് നമുക്ക് ദം ചെയ്യാൻ വെക്കണം. കുറച്ച് നെയ്യ് കൂടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി ഇതൊരു ഫോയിലിംഗ് പേപ്പർ വെച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ട് ദമ്മിന് വെക്കണേ. പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ ദമ്മായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബിരിയാണിയുടെ മണമാണ് ഫ്രണ്ട്സ് റൂമെല്ലാം. ബിരിയാണിയൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. നിങ്ങൾ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. താങ്ക്